പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിൽ ശക്തമായ ഒരു സൈനിക കരാറിൽ ഒപ്പുവെച്ചത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വലിയ വാർത്തയായിരുന്നു. ഈ കരാർ അനുസരിച്ച് പാകിസ്ഥാനെയോ സൗദി അറേബ്യയോ ഏതെങ്കിലും രാജ്യം ആക്രമിച്ചാൽ അപ്പോൾ തങ്ങളെ ആക്രമിച്ചതായി കണക്കാക്കിക്കൊണ്ട് മറ്റേ രാജ്യം രംഗത്തിറങ്ങണം എന്നായിരുന്നു ധാരണ. ഈ കരാറിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ ഇനി പാകിസ്ഥാനെ തൊടില്ല, പാകിസ്ഥാനെ തൊട്ടാൽ സൗദി അറേബ്യ ഇന്ത്യയെ ആക്രമിക്കും എന്ന് പാക് പ്രധാനമന്ത്രി ഗീർവാണം മുഴക്കിയിരുന്നു. ഇന്ത്യ അതേക്കുറിച്ച് ഒരക്ഷരം പോലും അഭിപ്രായം പറഞ്ഞില്ല. എന്നാൽ ഇത് വിവാദമായപ്പോൾ സൗദി അറേബ്യ ഇന്ത്യക്ക് നൽകിയ വിശദീകരണം ഇത് ഇന്ത്യയെ ഉദ്ദേശിച്ചിട്ടുള്ള കരാറല്ല, നേരെമറിച്ച് ഖത്തറിനെ ഇസ്രായേൽ ആക്രമിച്ചപ്പോൾ ഉണ്ടായ പ്രതിസന്ധിയുടെ ഭാഗമായി ജനിച്ചതാണ്. എന്ന് വെച്ചാൽ അറബ് രാജ്യങ്ങൾക്ക് ആർക്കും അണ്വായുധങ്ങളില്ല. ആകെ അണ്വായുധമുള്ള ഒരു ഇസ്ലാമിക രാജ്യം എന്ന് പറയുന്നത് പാകിസ്ഥാനാണ്. അതുകൊണ്ട് ഖത്തറിനാണെങ്കിലും സൗദിക്കാണെങ്കിലും UAE-ക്കാണെങ്കിലും ഒരു അണ്വായുധ ഉറപ്പ് ആവശ്യമാണ്. ഈ ഉറപ്പിന്റെ ഭാഗമായാണ് സൗദി അറേബ്യ പാകിസ്ഥാനുമായി സൈനിക സഹകരണത്തിൽ ഒപ്പുവെച്ചത്. എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഇസ്ലാമിക രാജ്യത്ത്, പ്രത്യേകിച്ച് സൗദി അറേബ്യയെ ഇസ്രായേൽ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ആ സാഹചര്യത്തിൽ പാകിസ്ഥാൻ സഹായിക്കണം എന്നാണ് കരാറ്. അല്ലാതെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷമുണ്ടാവുമ്പോൾ ഇന്ത്യക്കെതിരെ സൗദി അറേബ്യ രംഗത്തിറങ്ങും എന്നല്ല എന്ന് ഇന്ത്യയോട് സൗദി അറേബ്യ വിശദീകരിച്ചിരുന്നു. എന്നിട്ടും പാകിസ്ഥാനുമായി സൗദി അറേബ്യ ഉണ്ടാക്കിയ കരാറിൽ ഇന്ത്യ അതൃപ്തി തുടരുകയാണ്. ആ അതൃപ്തിയുടെ ഭാഗമാണ് ഏതാണ്ട് 3 ആഴ്ച നീണ്ടു നിൽക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൾഫ് പര്യടനത്തിൽ സൗദി അറേബ്യയിലേക്കുള്ള സന്ദർശനത്തിന് അനുമതി നിഷേധിച്ചത്. പരസ്യമായി സൗദിയുമായി ഇടഞ്ഞില്ലെങ്കിലും ഇന്ത്യ വളരെ ജാഗ്രതയോടെയാണ് സൗദിയെ ഇപ്പോൾ കാണുന്നത്. സൗദിയിലേക്ക് ഇന്ത്യയിലെ ഒരു ഭരണാധികാരിക്കും ഇപ്പോൾ ഡിപ്ലോമാറ്റിക് വിസകൾ നൽകുന്നില്ല. വളരെ ജാഗ്രതയോടെയാണ് ഇന്ത്യ സൗദി അറേബ്യ ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ പാകിസ്ഥാൻ ആക്രമിക്കപ്പെട്ടപ്പോൾ സൗദി അറേബ്യ എവിടെ എന്ന ചോദ്യം പലരും ഉയർത്തി തുടങ്ങി. പാകിസ്ഥാൻ സൈനികരെ കൊന്നുതള്ളുകയും പാകിസ്ഥാന്റെ മേൽ അഫ്ഗാനിസ്ഥാൻ വലിയ ആക്രമണം നടത്തുകയും ചെയ്തിട്ടും സൗദി അറേബ്യ കണ്ടില്ലെന്ന് നടിച്ചു. ഇത് വ്യക്തമാക്കുന്നത് പലരും അവകാശപ്പെട്ടതുപോലെ പാകിസ്ഥാന് സഹായവുമായി സൗദി എത്താൻ പോകുന്നില്ല, നേരെമറിച്ച് പാകിസ്ഥാന്റെ കയ്യിലിരിക്കുന്ന അണുവായുധം മാത്രമായിരുന്നു സൗദിയുടെ കരാർ ലക്ഷ്യമെന്നാണ്. ഇറാനും ഖത്തറും വരെ മധ്യസ്ഥ ശ്രമം നടത്തിയപ്പോഴും സൗദി അറേബ്യ നിശബ്ദത പാലിച്ചു എന്ന ആരോപണമുണ്ട്. സൗദി അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിൽ ഇതേവരെ പരസ്യമായി ഒരു അഭിപ്രായവും പറഞ്ഞിട്ടില്ല. സൗദി ആപത്ത് സമയത്ത് ഓടിയെത്തും എന്ന് പാകിസ്ഥാൻ അവകാശപ്പെട്ടത് വെറുതെയാവും എന്ന് തന്നെയാണ് റിപ്പോർട്ട്. അഫ്ഗാനിസ്ഥാൻ ആക്രമിച്ചിട്ട് പോലും മിണ്ടാതിരുന്ന സൗദി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷമുണ്ടാവുമ്പോൾ മിണ്ടുമെന്ന് കരുതാൻ മാത്രം വിഡ്ഢികളാണോ ലോകം എന്ന് ചോദിക്കുന്നവരുടെ എണ്ണം ഏറി വരുന്നു. ചുരുക്കി പറഞ്ഞാൽ സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ സൈനിക സഹകരണ കരാറിൽ ഒപ്പുവെച്ചാലും പാകിസ്ഥാൻ ഒരു ആപത്തിൽ വന്നാൽ സൗദി അനങ്ങുകയില്ല എന്ന് വ്യക്തമാക്കുകയാണ് അഫ്ഗാനിസ്ഥാന്റെ ആക്രമണത്തിലെ നിശബ്ദത.